പഴുനാനയിൽ വാഴും പൂങ്കമർ. കേരളത്തിൽ അമുസ്ലിം പശ്ചാത്തലത്തിൽ നിന്നും വളർന്നു വന്ന് പിന്നീട് ഇസ്ലാമിലെ ഉന്നത ആധ്യാത്മിക രംഗത്ത് പ്രശോഭിച്ച രണ്ട് പേരുണ്ട്. ഒന്ന് ആലപ്പുഴ ജില്ലയിലെ പാണാവള്ളി യൂസുഫുൽ ഖാദിരി, രണ്ടാമത്തേത് കാസർകോട്ടെ വാജിപ്പ അബ്ദുള്ള മുസ്ലിയാരും. ഇതിൽ പാണാവള്ളിയുടെ മനംമാറ്റം യാദൃച്ഛികമായി അദ്ദേഹം നടത്തുന്ന ചായക്കടയുടെ മുമ്പിലൂടെ പോയ കണിയാപുരം അബ്ദുൾ റസാഖ് വലിയവർകളുടെ ഹേ മുസ്ലിയാരെ എന്ന നിർദോഷമായ ഒരു വിളി മാത്രമായിരുന്നു. പിറ്റേന്ന് തന്നെ അദ്ദേഹം പൊന്നാനിയിലേക്ക് വണ്ടി കയറി. തിരിച്ചുവരവെ യാത്രക്കാശ് തികയാതെ കുന്നംകുളം ഭാഗത്ത് അലയവേ ഷെയ്ഖ് ഉമറുൽ ഖാദിരിയെ കണ്ടുമുട്ടുകയും അങ്ങനെ മതരംഗത്ത് ഉയർന്നു പോകുമായിരുന്നു. വാജിപ്പെ അബ്ദുള്ള മുസ്ലിയാരുടെ കഥ ഇങ്ങനെയാണ്. കാസർഗോഡ് ജില്ലയിൽ അനാഥമാക്കപ്പെട്ട അവസ്ഥയിൽ കണ്ടുമുട്ടിയ ആ കുട്ടിയെ ചില മുസ്ലിം കച്ചവടക്കാർ തങ്ങളുടെ ഒപ്പം കൂട്ടി സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകി. പിന്നീട് മതവിജ്ഞാനങ്ങളിലെല്ലാം പൂർത്തിയായി വാജിപ്പെ എന്ന സ്ഥലത്ത് ദീർഘകാലം ഇസ്ലാമിക അധ്യാപന രംഗത്തും ആത്മീയ രംഗത്തും പ്രശോഭിച്ചു. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിലൊന്നായ ഹജ്ജ് നിർവഹിക്കാൻ അതിയായ മോഹം വന്നപ്പോൾ അന്നത്തെ യാത്രാ അസൗകര്യമോ ദാരിദ്ര്യമോ ആകാം, അല്ലെങ്കിൽ നേർച്ച ചെയ്തതാകാം, യിലേക്ക് വളരെ ത്യാഗങ്ങൾ ചെയ്ത് നടന്നുപോയി അവർ ഹജ്ജ് ചെയ്തു. കാഞ്ഞങ്ങാടിനടുത്ത ചെറുവത്തൂർ കൗവൽ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൻ്റെ കബറിടത്തിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. സൃഷ്ടാവായ അള്ളാഹു നോക്കുന്നത് മനുഷ്യരുടെ ഗോത്രത്തിലേക്കോ തറവാട്ടിലേക്കോ അല്ല, അവരുടെ അറിവിലേക്കും അവരുടെ ഭയഭക്തിയിലേക്കുമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഉച്ചനീചത്വമില്ല. അറിവുള്ള ആരായാലും അവരെ മുസ്ലിം സമുദായം അവരുടെ നേതാക്കളായിട്ട് പരിഗണിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യും. അന്ന് പാണാവള്ളിയിൽ ജനിച്ചവർ ഇന്ന് പഴുനാനയിൽ വാഴും പൂങ്കമർ. मेरे जाने